ആരാധനയും കർത്താവിനായി, ശക്തിയും ബലവും ദൈവത്തിനായി. സ്തുതിയും ആരാധനയും കർത്താവിനായി, ശക്തിയും ബലവും ദൈവത്തിനായി. ഏകുന്നു ഞാനിതാ പൂർണ്ണമായി, നിറയ്ക്കുക ആത്മാവിൻ പുതുബലത്താൽ. ഏകുന്നു ഞാനിതാ പൂർണ്ണമായി, നിറയ്ക്കുക ആത്മാവിൻ പുതുബലത്താൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച ഒരു ഭാഗമാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തുടങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിരുന്നു. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പിന്തുടരുവാൻ നമ്മുടെ കർത്താവ് ഉത്തമമായ ഒരു മാതൃക വെച്ചിരിക്കുന്നു. അത് കഷ്ടതയുടെ മാതൃകയാണ് എന്ന് കഴിഞ്ഞ ആഴ്ച നമുക്ക് ചിന്തിക്കുവാനിടയായി തീർന്നു. ക്രിസ്തു യേശുവിലുള്ള ഭാവം നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കണം. ക്രിസ്തു യേശുവിലുള്ള മനോഭാവം നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കണം. മനുഷ്യന്റെ ഭാവങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യന്റെ ജീവിതത്തിലെ സ്വഭാവത്തെക്കുറിച്ച് സദൃശ്യവാക്യങ്ങളിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. 1-2 കാര്യങ്ങൾ ഇന്ന് നോക്കാനും നമുക്കൊന്ന് നോക്കാം. ഒന്ന് വായിക്കാം. സദൃശ്യവാക്യം 27-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണ മനുഷ്യനെ കാണുന്നു. ആദ്യ ഭാഗം ഒന്ന് വായിച്ചേ. വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണ മുഖത്തെ കാണുന്നു, മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണ മനുഷ്യനെ കാണുന്നു. നോക്കൂ, ഇല്ലെങ്കിൽ നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ തന്നെ മുഖമാണ്. അതുപോലെ നമ്മുടെ ഹൃദയം പോലെയാണ് നമ്മൾ ആരെ കാണുന്നത്? മറ്റുള്ള ആളുകളെയും കാണുന്നത്. നമ്മെ പോലെ തന്നെയാണ് അവരും എന്ന് നമ്മൾ ധരിക്കാറുണ്ട്. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് ഐസക് എന്നാണ്. പുള്ളിക്കാരൻ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞ് പുള്ളി മാവേലിക്കരയിൽ ഒരു ക്ലിനിക്ക് ഇട്ട സമയത്ത് ഒരിക്കൽ ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ക്ലിനിക്കിലേക്ക് സഹായിയായിട്ടൊരു പയ്യനെ ആവശ്യമുണ്ട്. നിങ്ങളുടെ സഭയിൽ ആരെങ്കിലും ജോലി ആവശ്യമുള്ള ചെറുപ്പക്കാരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്നെന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറയാം എന്ന് പറഞ്ഞ് ഞാൻ ഞങ്ങളുടെ ചർച്ചിലെ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ചെറിയ ജോലി അവസരമുണ്ട്, എൻ്റെ ഫ്രണ്ടാണ്, നീ അവിടെ ചെന്ന് പുള്ളിയെ കണ്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അല്ല അച്ഛനോട് വരണം എന്നാലേ ഒക്കത്തുള്ളത് പറഞ്ഞു. ഞാനൊരു ദിവസം രാവിലെ അവനെയും കൂട്ടി ആ ക്ലിനിക്കിൽ ചെന്നു. കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള വേറൊരാൾ അവിടെ വന്നു. അപ്പൊ ഞങ്ങൾ നമ്മൾ കുറച്ച് ആളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ട് വിശേഷമൊക്കെ? ഒന്നുമില്ല, വിശേഷമൊന്നുമില്ല, ക്ഷേമമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ സംഭാഷണം ഒരല്പം പുരോഗമിച്ചു കഴിഞ്ഞാൽ പുള്ളി എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ പല ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു, ഇപ്പം ഞാൻ ഇദ്ദേഹത്തെയാണ് കാണുന്നത് എന്നോട് പറഞ്ഞു. നമ്മൾ എന്നോട് പഠിച്ച ആളാ, റാങ്കൊക്കെ കിട്ടിയ ആളാ, മിടുക്കനാണ്, ഇവിടെ നല്ല ചികിത്സയായിരിക്കും എന്നൊക്കെ ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ചർച്ചപ്പെട്ടൊരു കൊച്ചിനാണ്, അവൻ്റെ ഒരു ജോലിയുടെ കാര്യം പുള്ളിമാർക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു, അതിന് വേണ്ടി വന്ന. അതങ്ങ് മനസ്സിൽ വെച്ചത്, ഞാനും ആദ്യമൊക്കെ അങ്ങനെ പറഞ്ഞത്. നോക്കൂ, മനുഷ്യരെല്ലാം അവരവരുടെ ഹൃദയം വെച്ചാണ്
മറ്റുള്ളവരെ കാണുന്നു. പുള്ളിയുടെ വിചാരം എനിക്കായിട്ട് കിറുക്കായിട്ട് ഞാൻ ചികിത്സയ്ക്ക് എന്നാണ്. എനിക്കൊരു കിറുക്കുമല്ലോ, പക്ഷെ ആരോട് പറയാനാ? ഞാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നതാ പുള്ളി എന്നോട് പറഞ്ഞു. നമുക്കെല്ലാം പറ്റുന്ന പരാജയമാണിത്. നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്തുന്നതും നമ്മൾ മറ്റുള്ളവരെ കാണുന്നതുമെല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരമനുസരിച്ചാണ്. ഇനി സദൃശവാക്യം 13-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചു. ഒന്നുമില്ലാഞ്ഞിട്ടും ധനികൻ നടിക്കുന്നവനുണ്ട്, വളരെ ധനമുണ്ടായിട്ടും ദരിദ്രൻ നടിക്കുന്നവനുമുണ്ട്. നോക്കൂ, വല്ല കാര്യമുണ്ടോ? എന്തൊക്കെ ഉണ്ടെങ്കിലും കുളിക്കത്തുമില്ല, നനയ്ക്കത്തുമില്ല, വൃത്തിയുള്ള ഒരു വസ്ത്രം ധരിക്കത്തുമില്ല, അവൻ അടുത്തൂടെ പോയാൽ നാളെ. ഇല്ലാഞ്ഞിട്ടല്ല. ഞങ്ങളുടെ നാട്ടില് 90 എന്ന് വിളിക്കുന്ന ഒരാളുണ്ട്. 90 എന്നാ പുള്ളിയെ വിളിക്കുന്നത്. കച്ചവടക്കാരനാണ്. അയാളുടെ കടയിൽ ചെന്നാൽ ലോകത്ത് ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മറ്റ് കടകളിൽ കിട്ടാത്ത ഏതൊക്കെ സാധനം നിങ്ങൾക്ക് വേണോ അതെല്ലാം ഈ പുള്ളിയുടെ കടയിലുണ്ട്. അപ്പോൾ പുള്ളി കൊല്ലത്ത് സാധനം വാങ്ങിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഞങ്ങളുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്. പുള്ളി കൊല്ലത്ത് സാധനം വാങ്ങിക്കാൻ പോകുന്ന പുള്ളിയുടെ ഈ മടിയിൽ 1000കണക്കിന് രൂപ വെച്ചോണ്ടാണ് പുള്ളി പോകുന്നത്. പക്ഷെ പുള്ളിയുടെ ആ ഉടുപ്പും പുള്ളിയുടെ ആ നടപ്പും എല്ലാം കൂടെ കണ്ട രാവിലെ ട്രെയിനെ തെണ്ടാൻ കയറിയതാണെന്ന് തോന്നുന്നു. അപ്പം അതിനെക്കുറിച്ച് ഒരിക്കൽ പുള്ളി തന്നെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നടന്നാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്ന ആരാ അടിച്ചോണ്ട് പോകുന്നതെന്ന് അറിയാനൊക്കത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് പുള്ളി പറയുവാനിടയായി. അങ്ങനെ പഴയ ആൾക്കാർക്ക് പല ബുദ്ധിയുള്ളവരുണ്ട്. എന്തൊക്കെ ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തതുപോലെ നടിക്കുന്ന ആളുകളുണ്ട്. എന്തൊക്കെ ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തതുപോലെ നടിക്കുന്ന വ്യക്തികളുമുണ്ട്. ഇത് രണ്ടും തെറ്റാണ്. ഇത് രണ്ടും തെറ്റാണ്. നമുക്കില്ലാത്തത് എന്തെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ ഭാവിക്കുന്നത് എല്ലാം തെറ്റാണ്. വാസ്തവമായി ദൈവം നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതില്ല എന്ന് നമ്മൾ ഭാവിച്ചിട്ട് ഒരു കാര്യവുമില്ല. ദൈവം നമുക്ക് എന്തെങ്കിലും തന്നിട്ടില്ലെങ്കിൽ അതുണ്ട് എന്ന് നമ്മൾ ഭാവിച്ചിട്ടും കാര്യമില്ല. ഇതെല്ലാം ആരുടെ ഭാവനയാണ്? മനുഷ്യന്റെ സ്വഭാവത്തിന്റെ പ്രകൃതിയാണിത്. എന്നാൽ നമ്മൾ ഈ പ്രകൃതിയിൽ തന്നെ തുടരുവാനല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഈ ക്രിസ്തുയേശുവിലുള്ള ചില ഭാവങ്ങൾ നമുക്കൊന്ന് നോക്കാം. 1-2 വേദഭാഗങ്ങളൊന്ന് വായിച്ച്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് സിംഹാസനത്തിന്റെ മുൻപിൽ പഴുങ്കുന്ന കണ്ണാടിക്കടൽ, സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി. മതി. ഇനി അതേ വിവരണം തന്നെ വേറൊരു വേദഭാഗത്തിൽ നമുക്ക് കാണാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10ഉം 11ഉം വാക്യങ്ങളൊന്ന് വായിച്ചു. അവരുടെ മുഖരൂപമോ അവർക്ക് മനുഷ്യമുഖം ഉണ്ടായിരുന്നു. 4-നും വലതുഭാഗത്ത് സിംഹമുഖവും ഇടതുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4-നും കഴുകുമുഖവും ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അവരുടെ മുഖങ്ങൾ. അവരുടെ ചിറകുകൾ മേൽഭാഗം വിടർന്നിരുന്നു. 2 ചിറകുകൾ തമ്മിൽ തൊട്ടും 2 ചിറകുകൾ ശരീരം മറച്ചു. നോക്കൂ, സ്വർഗീയ ജീവികളായിരിക്കുന്ന കെറൂബുകളെ കുറിച്ചുള്ള വിശദീകരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എസെക്കിയേൽ പ്രവാചകന് ആ ദർശനമുണ്ടായി, യോഹന്നാന് ആ ദർശനമുണ്ടായി. ഈ ജീവികളുടെ എല്ലാം പ്രത്യേകതയായി 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1, സിംഹത്തിൻ്റെ മുഖം. 2, കാളയുടെ മുഖം. 3, മനുഷ്യൻ്റെ മുഖം അല്ലെങ്കിൽ കഴുകിൻ്റെ മുഖം. ഇങ്ങനെ 4 ജീവികളുടെ മുഖഛായ അവിടെ വിശദീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ 4 ജീവികളും 4 സ്വഭാവ സവിശേഷതകളെ പ്രതിനിധീകരിക്കുന്നതാണ്. ഇത് 4ഉം
നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് നാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത് സിംഹമാണ്. സിംഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സിംഹം ഒരിക്കലും ഭാവിക്കേണ്ടാത്തത് ഭാവിക്കുന്നില്ല. സിംഹം ഒരിക്കലും ഒരിടത്ത് ചെന്ന് ഞാൻ വെറും പാവമാണ്, എന്നെ സഹായിക്കണം എന്ന് സിംഹം പറയാറില്ല. സിംഹം ഒന്നും പ്രത്യേക അഭിനയങ്ങളൊന്നുമില്ല. സിംഹത്തിൻ്റെ അടുക്ക പോയേച്ച് വെറും കൈയായിട്ട് പോരാനൊക്കത്തില്ല. കാരണം അത് അതിൻ്റെ പ്രകൃതിക്ക് വ്യത്യാസം വരുത്തുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഈ പഴയ കാലത്ത് ഈ നാടകങ്ങളൊക്കെ കാണിക്കുമ്പോൾ, ഞാൻ കണ്ടിട്ടില്ല, പാസ്റ്റർ വിളിച്ച് നാടകത്തിൽ പോയിട്ടൊന്നും പറയുന്നത്, പറഞ്ഞു കേട്ടുള്ള അറിവുകളാണ്. രാജാപ്പാർട്ട് കെട്ടുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. രാജാപ്പാർട്ട് കെട്ടുക. രാജാപ്പാർട്ട് കെട്ടുന്ന ആള് വലിയ വേഷമൊക്കെ കെട്ടി ഇങ്ങനെ വലിയ സിംഹാസനത്തിലിരുന്ന് വലിയ ആട്ടുകല്ല് അരകല്ലെന്നൊക്കെ പറയുന്ന പോലെയുള്ള വലിയ കട്ടിയായ വാക്കുകളൊക്കെ പറയുന്ന ആളായിട്ടാണ് ഈ നാടകത്തിൽ അഭിനയിക്കുന്നത്. ആരവിടെ? ഇങ്ങനെ വലിയ അധികാരത്തിന്റെ ശബ്ദമൊക്കെയാണ് ഈ നാടകത്തിൽ അഭിനയിക്കുന്ന രാജാവ് കാണിക്കുന്നത്. എന്നാൽ നിങ്ങൾ ചിത്തിര തിരുനാൾ മഹാരാജാവിനെ കാണാൻ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ചെന്നാൽ അദ്ദേഹം ഇതൊന്നും കാണിക്കാറില്ല. അദ്ദേഹം വളരെ സൗമ്യതയോടുകൂടെ വന്ന് എന്തിനാ വന്നത് എന്ന് ചോദിച്ച് നമ്മൾ വന്ന കാര്യം തിരക്കും. വേണ്ടാത്തതൊന്നും ആരും ഭാവിക്കുന്നില്ല. സിംഹം ഭാവിക്കുന്നില്ല. അതിനൊരു പ്രകൃതിയുണ്ട്, അതിനൊരു സ്വഭാവമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിനയങ്ങളും ആര് കാണിക്കുന്നില്ല? സിംഹം കാണിക്കുന്നില്ല. ആരൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായി അഭിനയങ്ങളും വേഷങ്ങളും കാണിക്കുന്നുവോ അത് അപകടമാണ് എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന് വായിച്ച് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 14-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. 1 രാജ 14-ന്റെ 1-2. നോക്കൂ, ഇവിടെ യൊരോബെയാം രാജാവ് തന്റെ മകൻ സൗഖ്യമില്ലാതെ ആയപ്പോൾ പ്രവാചകന് തന്നെ കുറിച്ച് എന്താണ് അറിയേണ്ടതല്ലേ, മകന്റെ ഭാവിയെ കുറിച്ച് എന്താണ് പറയുവാനുള്ളത് എന്ന് അറിയുവാൻ വേണ്ടി കടന്നു പോവുകയാണ്. അപ്പോൾ രാജാവിന്റെ മകനാണ് എന്നുള്ള വിവരം പ്രവാചകൻ അറിഞ്ഞാൽ പ്രവാചകൻ ആ ഒരു ധാരണയുടെ പേരിൽ ഇവനെ കുറിച്ചൊരു അഭിപ്രായം പറയണ്ട എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? ഭാര്യയോട് പറഞ്ഞു, നീ വേഷം മാറി പ്രവാചകന്റെ അടുക്കൽ ചെല്ലാൻ പറഞ്ഞു. എന്താ സംഭവിച്ചതെന്നറിയാമോ? അതിന്റെ 6-ാം വാക്യം വായിച്ചാൽ അറിയാം എന്താണ് സംഭവിച്ചതെന്ന്. അവൾ വാങ്ങിയപ്പോൾ അവളുടെ കാലച്ചാഹിയാവ് കേട്ടിട്ട് പറഞ്ഞതെന്നാൽ, യൊരോബെയാമിന്റെ ഭാര്യയെ അകത്തു വരിക, നീ ഒരു അന്യസ്ത്രീ എന്ന് നടിക്കുന്നത് എന്തിന്? കഠിന വർത്തമാനം നിന്നെ അറിയിപ്പാൻ. നോക്കൂ, നീ ഏത് വേഷം കെട്ടിയാലും പ്രവാചകൻ അറിയാം നീ ആരാണ്. ഏതുത്തരത്തിന് വേണ്ടിയാണ് നീ വേഷം മാറി പ്രവാചകന്റെ അടുക്കൽ ചെന്നാലും പ്രവാചകന് നല്ലവണ്ണം അറിയാം നീ ആരാണെന്ന്. നീ വേഷം മാറിയാ വരുന്നതെങ്കിൽ പ്രവാചകന് നിന്നോട് പറയാനുള്ളത് ഇതാണ്, കഠിന വർത്തമാനം നിന്നെ അറിയിപ്പാൻ. നോക്കൂ, മാനുഷികമായ ജീവിതം നയിക്കുന്ന ഒരു പ്രവാചകന്റെ അടുക്കൽ നിനക്ക് വേഷം മാറിപ്പോയി രക്ഷപ്പെടുവാൻ സാധ്യമല്ലെങ്കിൽ സകല ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്ന, ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കണ്ണ് എന്നെ കാണും എന്ന് ദാവീദ് പറഞ്ഞതുപോലെ നമ്മൾ എവിടെയായിരുന്നാലും നമ്മെ കാണുന്നവന്റെ മുമ്പിൽ ഒന്നും മറയ്ക്കുവാൻ സാധ്യമല്ല. ഒരു വേഷം കെട്ടലും സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ വില പോകുന്ന കാര്യമല്ല. അങ്ങനെ ഉണ്ടായാൽ എന്താ സംഭവിക്കുന്നത്? നമുക്കൊരു ഉദാഹരണം കൂടെ നോക്കാം.
രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അതിന്റെ 22-ാം അധ്യായം 30-ാം വാക്യം ഒന്ന് വായിച്ചു. ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, ഞാൻ വേഷം മാറി പടയിൽ കടക്കും, നീയോ രാജവസ്ത്രം ധരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി പടയിൽ കടന്നു. എന്നാൽ അരാം രാജാവ് തന്റെ 32 രഥനായകന്മാരോട്, നിങ്ങൾ ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. നോക്കൂ, ഇവിടെ സമർത്ഥനായ കുശാഗ്രബുദ്ധിയായ ഒരു രാജാവ് ഒരു പാവപ്പെട്ട മനുഷ്യനെ വെട്ടിൽ വീഴ്ത്തുവാൻ ശ്രമിക്കുക. അതിന് അയാളോട് എന്ത് പറഞ്ഞു? ആഹാബ് രാജാവാണ്. ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആഹാബ് രാജാവിനെ കുറിച്ചാണ്. ആഹാബ് രാജാവ് യഹോശാഫാത്തിനോട് പറഞ്ഞു, ഞാൻ വേഷം മാറി പടയിൽ കടന്നോളാം. നീ നിന്റെ വേഷത്തിൽ തന്നെ അല്ലേ നിൽക്കുന്നത്, അപ്പൊ നീ രാജാവാണെന്ന് മനസ്സിലായിക്കോളൂ. അവർ നിന്നെ ചെയ്യും, നീ ചാകും, ഞാൻ യുദ്ധം ചെയ്യിക്കും. എന്തൊരു എളുപ്പമുള്ള കാര്യമാണെന്നറിയാം എന്ന് പറഞ്ഞ് ഈ പാവം യഹോശാഫാത്ത് അതങ്ങ് വിശ്വസിച്ചു. അങ്ങനെ തന്നെ ആകട്ടെന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ ശത്രു ഇത് ശരിക്കും മനസ്സിലാക്കിയിരുന്നു. ശത്രു രാജാവ് അവന്റെ സൈന്യാധിപനോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇസ്രായേൽ രാജാവിനെ അല്ലാതെ വേറൊറ്റ ഒരുത്തനെ നീ നോക്കരുത്. വേറെ ആരൊക്കെ ഈ പടയിലുണ്ടെങ്കിലും നമുക്ക് പരാജയപ്പെടുത്തേണ്ടത് ആഹാബിനെയാണ്. ഒന്ന് വായിച്ചേ, അതിന്റെ 37-ാം വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ രാജാവ് മരിച്ചു, അവനെ ശമര്യയിലേക്ക് കൊണ്ടുവന്നു. അവർ രാജാവിനെ ശമര്യയിൽ അടക്കം ചെയ്തു. നോക്കൂ, അവൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, എനിക്ക് കഠിനമായി മുറിവേറ്റിരിക്കുന്നു. നോക്കൂ, നീ ആളുകളെ തെറ്റിദ്ധരിക്കുവാൻ ഏതൊക്കെ വേഷം കെട്ടിയാലും ഒരു കാര്യം ഓർത്തോണം. തെറ്റായ വേഷമാണ് നീ കെട്ടുന്നതെങ്കിൽ നിനക്ക് മുറിവേൽക്കും. അതാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. യഹോശാഫാത്ത് മരിക്കും എന്നാണ് ആഹാബിന്റെ കുരുട്ടുബുദ്ധിയിൽ അവന് തോന്നിയത്. എന്നാൽ മരണം സംഭവിച്ചത് ആഹാബിന് തന്നെയാണ്. വേഷം മാറുന്നത് കൊണ്ട് നമുക്കൊന്നും മാറുവാൻ സാധ്യമല്ല. വേഷം മാറുന്നത് കൊണ്ട് നമുക്കൊരു സാഹചര്യങ്ങളും മാറ്റുവാൻ സാധ്യമല്ല. നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവൻ സാഹചര്യത്തിനനുസരിച്ച് തന്റെ വേഷം മാറുന്നവനല്ല. ഹെരോദ രാജാവ് യേശുവിനെ പിടിക്കുവാൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ യേശു പറഞ്ഞത്, ആ കുറുക്കനോട് പോയി പറ, ഞാൻ ഒരു 2 ദിവസം കൂടി ഇവിടെ പരസ്യം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. യേശുവിന് പേടിയില്ല. ഒരു ദൈവ പൈതലിന് ആരെയും ഭയപ്പെടുവാനില്ലെങ്കിൽ നിനക്ക് വേഷം മാറേണ്ട ആവശ്യമില്ല. നീ തനതായി ആയിരിക്കുന്ന രീതിയിൽ നിന്നെ കാണുവാനാണ് രക്ഷകൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിലുള്ള ഭാവം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 3-4 വാക്യങ്ങളൊന്ന് വായിച്ചു. താൻ കൽപ്പനയായിരിക്കെ മഹാനാകുന്നു എന്നൊരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു. ഓരോരുത്തൻ താൻ തന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ, എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ. നോക്കൂ, താൻ അല്പനായിരിക്കെ ഞാൻ മഹാനാകുന്നു എന്ന് ഒരുത്തൻ നടിച്ചാൽ എന്ത് സംഭവിക്കുന്ന? അവൻ അവനെ തന്നെ വഞ്ചിക്കുന്നു. ഓരോരുത്തൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്തു കൊള്ളട്ടെ. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആരുടെയും ജീവിതത്തിൽ സ്വന്തം കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ, സ്ഥാപിത താല്പര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ, ലാഭമുണ്ടാക്കുവാൻ നമ്മൾ ഓരോരുത്തരും അതാത് സമയത്ത് അതാത് വേഷം കെട്ടും. ദൈവസന്നിധിയിൽ അത് വില പോകുന്ന കാര്യമല്ല. നമ്മൾ അങ്ങനെ ആയിരിക്കുവാനല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെ നാം എങ്ങനെ ആയിരിക്കുവാനാ? നമുക്ക് സുപരിചിതമായ വേദവാക്യമാണ് റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങളൊന്ന് വായിച്ച്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. സഹോദരന്മാരെ,
ഞാൻ ദൈവത്തിന്റെ മനസ്സരിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. നോക്കൂ, ഈ ലോകത്തിന് അനുരൂപമാകാതെ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പ്രാധാന്യം കൽപ്പിക്കുന്നത് നമ്മുടെ വേഷവിധാനത്തിനും വസ്ത്രധാരണത്തിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കാണ്. ഈ ലോകം ചെയ്യുന്ന അതുപോലെയുള്ള അമാതൃകയായ കാര്യങ്ങളിലും നമ്മൾ മാതൃക കാണിക്കേണ്ടവരാണ്, യാതൊരു സംശയവുമില്ല. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരി ഈ ലോകം കാണിക്കുന്ന ഒരു വ്യാജ പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കുവാനിടയാകരുത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സരിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. കഴിഞ്ഞ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ബുദ്ധിയുള്ള ആളുകൾ ഒരിക്കലും മണലിന്മേൽ അവരുടെ ഭവനം പണിയുകയില്ല. ബുദ്ധിയുള്ള ആളുകൾ ഒരിക്കലും വിളക്കെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ എണ്ണ കരുതാതിരിക്കുകയില്ല. ബുദ്ധിയുള്ള ആളുകൾ ഒരിക്കലും ഉപ്പുരസമില്ലാത്ത ഉപ്പായിരിക്കുവാൻ ആഗ്രഹിക്കുകയില്ല. നമ്മൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമായ യാഗമായി സമർപ്പിപ്പിൻ. എങ്ങനെയാ അത് സാധിക്കുന്നത്? നമ്മുടെ ഇച്ഛ, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ ഇന്റലക്ട്, അവന്റെ ഇമോഷൻ, അവന്റെ വിൽ, ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് ഒരു മനുഷ്യൻ. മനുഷ്യൻ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. ദൈവത്തിൽ ഈ 3 ഗുണവിശേഷങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതെല്ലാം നമ്മിലും അന്തർലീനമായിട്ടുണ്ട്. നമ്മുടെ ഇച്ഛകൾ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കഴിയണം. നോക്കൂ, ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ മകനെ നീ എനിക്ക് യാഗമായി അർപ്പിക്കണം. ഈ മകനെ യാഗമായി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ വേദന അനുഭവിക്കുന്നതും വെന്തുപോകുന്നതും സത്യത്തിൽ മകനല്ലേ. അപ്പൊ അവിടെ അപ്പന്റെ ആ റോൾ എന്താണ്? അപ്പൻ എന്താണ് ചെയ്യുന്നത്? ആ മകനെ കുറിച്ചുള്ള അവന്റെ ഇച്ഛ, ആ മകനെ കുറിച്ചുള്ള അവന്റെ അഭിലാഷം, ആ മകനെ കുറിച്ചുള്ള അവന്റെ ആശ അവൻ എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ ആദ്യമേ യാഗമാക്കി തീർത്തു. പറയുവാൻ വളരെ എളുപ്പമുള്ള കാര്യമാണിത്. അതുപോലെ തന്നെ അവന്റെ ഇമോഷൻ, അവന്റെ മകനുമായിട്ടുള്ള അവന്റെ ആ വൈകാരികമായ ബന്ധം, ആ ബന്ധത്തെ അവൻ യാഗമാക്കി തീർത്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവന്റെ ആരാധന ദൈവം സ്വീകരിച്ചു. നമ്മൾ എന്തെങ്കിലും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചാൽ ദൈവം നമ്മളോട് പറഞ്ഞു, അതെടുത്തോ, എനിക്ക് വേണ്ടാന്ന് പറയും. എന്തെങ്കിലും ഒന്ന് നിനക്ക് വിട്ടുകൊടുക്കാൻ മനസ്സില്ലെങ്കിൽ ദൈവം പറയും, നിന്റേതല്ല, അത് എന്റേതാണ്, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ അത് തിരിച്ചെടുക്കുമെന്ന് പറയും. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ആ യാഗം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കഴിഞ്ഞ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ യാഗങ്ങൾക്കെല്ലാം എന്ത് ചേർക്കണം? ഉപ്പ് ചേർക്കണം. അപ്പൊ പുരോഹിതന് ഉപ്പ് കൊണ്ടുപോകാം, അല്ലേ? ഉപ്പും കൊണ്ടുപോകാം, ഭാര്യയെ കൊണ്ട് വിതറാം, അത് അതിന്റെ ആ സമയം വരുമ്പോ. നമ്മുടെ ആരാധനയിൽ ആരാ ഉപ്പ്? നമ്മൾ ഓരോരുത്തരുമാണ്.
ഉപ്പിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പിന്നെ ആരാധന അപൂർണമാണ്. ആരാധന സ്വീകരിക്കപ്പെടുന്ന നിലവാരത്തിൽ എത്തിച്ചേർന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ആരാധനയ്ക്ക് എന്തൊക്കെ വേണമോ, യാഗത്തിന് എന്തൊക്കെ വേണമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ അത് ലഭ്യമായിട്ടില്ല, അത് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. നോക്കൂ, ഇന്ന് പകൽക്കാലം നമ്മുടെ ആരാധന ദൈവത്തിന് സ്വീകാര്യമായി തീരണമെങ്കിൽ നമ്മളെല്ലാ വേഷം കെട്ടലും മാറ്റി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരാകുവാനല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഭക്തിയുടെ വേഷം കെട്ടിയില്ലെങ്കിലും വിശുദ്ധിയുടെ ശക്തിയുള്ളവരായിരിക്കണം നമ്മൾ. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സിംഹം ഭാവിക്കേണ്ടാത്തതൊന്നും ഭാവിക്കുന്നില്ല. അതിന്റെ ജീവിതത്തിൽ ഒരു ക്രൗര്യ ഭാവമുണ്ടെങ്കിൽ അത് ഭാവിക്കുന്നതല്ല, അതിന്റെ പ്രകൃതിയുടെ ഭാഗമാണ്. ഒരിക്കലും അതിൽ നിന്ന് വ്യത്യസ്തമായി ആ ജീവി ആയിത്തീരുന്നില്ല. അഹാബിനെ പോലെ നമ്മൾ വേഷം കെട്ടുകയാണെങ്കിൽ, യൊരോബയാമിന്റെ ഭാര്യയെ പോലെ നമ്മൾ വേഷം കെട്ടുകയാണെങ്കിൽ, ആ വേഷം കെട്ട് ദൈവസന്നിധിയിൽ വിലപ്പോകുന്നതാണ്. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകൾ അടയട്ടെ ദൈവസന്നിധിയിൽ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സടി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരാനുഭവം ഉണ്ടാവുക, അതാണ് നമ്മൾ ദൈവമക്കളാകുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വ്യത്യാസം. രൂപാന്തരപ്പെട്ട മനുഷ്യർ, ആശയം രൂപാന്തരപ്പെട്ട മനുഷ്യർ, ചിന്താഗതികൾ രൂപാന്തരപ്പെട്ട മനുഷ്യർ, ഭാവം രൂപാന്തരപ്പെട്ട മനുഷ്യർ, ക്രിസ്തുയേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ.